കഷ്ടതകളിലായി പോകുന്ന മനുഷ്യന്മാർ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പദമുണ്ട്, ഇനി ഒരു വഴിയുമില്ല എന്ന ഒരു പദം. ഏത് ഒരു അവസ്ഥയിലായിരുന്നാലും ഞെരുങ്ങിപ്പോകുന്ന ആൾക്കാർ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർ, മുന്നോട്ട് പോകാൻ ഇടമില്ലാതിരിക്കുന്ന ആൾക്കാർ സ്ഥിരം പറയുന്ന ഒരു വാചകമാണ് ഇനി ഒരു വഴിയുമില്ല. അത് സാമ്പത്തികമാകാം, ഭൗതികമായിരിക്കുന്ന ഏതൊരു വിഷയമായിരിക്കാം, ഉപജീവനത്തിൻ്റെ വഴികളായിരിക്കാം, ഔദ്യോഗിക മേഖലകളെക്കുറിച്ചായിരിക്കാം, ശുശ്രൂഷകളെക്കുറിച്ചായിരിക്കാം, ആരോഗ്യപരമായിരിക്കുന്ന വിഷയങ്ങളെക്കുറിച്ചായിരിക്കാം. ഏതൊരു സംഗതിക്കും മനുഷ്യൻ ഉപയോഗിക്കുന്ന ഒരു സ്ഥിരം സ്ലോഗനാണ്, ഒരു സ്ഥിരം വാക്കാണ് ഇനി ഒരു വഴിയുമില്ല എന്നുള്ളത്. ആരാനും ഇന്ന് രാവിലെ അങ്ങനെ പറയുന്നുണ്ടോ? ഇനി ഒരു വഴിയുമില്ലെന്ന് പറയുന്നുണ്ടോ? ഇനി ഒരു സാധ്യതയുമില്ലെന്ന് പറയുന്നുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കാനായിട്ട് വരട്ടെ. കർത്താവ് നിങ്ങളോടൊരു കാര്യം ഇന്ന് രാവിലെ നിങ്ങളെ തട്ടി ഉണർത്തി പറയാനായിട്ടുണ്ട്. കർത്താവിന് ഒരു വഴി തുറക്കാൻ ഇന്ന് രാവിലെയും കരുത്തുണ്ട്. കർത്താവിന് നിങ്ങളുടെ മുമ്പിൽ ഒരു വിശാലമായിരിക്കുന്ന വഴി തുറന്നു വെക്കാൻ, വാതിൽ തുറന്നു വെക്കാൻ ദൈവത്തിന് നിശ്ചയമായിട്ടും കരുത്തുണ്ട് എന്ന് ഇന്ന് രാവിലെ ഒരു ദൈവവചന ഭാഗത്താൽ നിങ്ങളെ ഉറപ്പിക്കുവാൻ ഞാൻ ദൈവസന്നിധിയിൽ താല്പര്യപ്പെടുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. പുറപ്പാട് പുസ്തകം 14-ാമത്തെ അധ്യായം അതിൻ്റെ 21-ാമത്തെ വാക്യം. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവ അന്ന് രാത്രി മുഴുവനും മഹാശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ചു, ഉണങ്ങിയ നിലമാക്കി. ഒരു മഹാശക്തിയുള്ള കിഴക്കൻ കാറ്റുകൊണ്ട് കടലിനെ പിൻവാങ്ങിച്ച് ഉണങ്ങിയ നിലമാക്കി. ഇസ്രായേൽ എന്ന് പറയുന്ന വലിയ സമൂഹം, 25 ലക്ഷത്തിലധികം വരുന്ന ആൾക്കാർ മിസ്രൈം എന്ന് പറയുന്ന അവരുടെ അടിമ വീട്ടിൽ നിന്ന് ഇപ്പോൾ അവർക്ക് വാഗ്ദത്തമായി ദൈവം കൊടുക്കാനിരിക്കുന്ന കനാൻ ദേശത്തേക്ക് പലായനം ചെയ്തു പോവുകയാണ്. ആ യാത്രയുടെ ആരംഭദശയിലാണവർ. അവർ ഇപ്പോൾ ചെങ്കടലിൻ്റെ മുമ്പിലാണ് വന്ന് നിൽക്കുന്നത്. 25 ലക്ഷം വരുന്ന ആൾക്കാരാണ് ഈ യാത്രയിലുള്ളത് എന്ന് ഓർക്കുക. ഇത്രയും ആൾക്കാർക്ക് കടന്നു പോകേണ്ടതിന് അവർ ചെങ്കടലിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുമ്പോൾ ദൈവം അവിടെ അവർക്കൊരു വഴി തുറക്കുകയാണ്. ഇവിടെ ജനം മുഴുവനും നിലവിളിക്കുകയാണ്. മുന്നോട്ട് വഴി കാണാതിരിക്കുമ്പോൾ ജനം മുഴുവനും നിലവിളിക്കുകയാണ്. അവർക്ക് വഴിയില്ല എന്നുള്ളത് ഒരു ദുഃഖമാണ്. അപ്പോൾ തന്നെ അവരുടെ ആ ദുഃഖത്തെ വർദ്ധിപ്പിക്കുന്ന ഒരു സംഗതി പുറകെ ഉണ്ട്. അവരെ കൊല്ലാനായിട്ട് ഒരു വലിയ പട അവരുടെ പുറകെ വരുന്നുകയാണ്. അതുകൊണ്ട് അവർക്ക് ഇമ്മീഡിയറ്റ് ആയിട്ട് ഏറ്റവും പെട്ടെന്ന് അവർക്കൊരു വഴി തുറന്നു വന്നേ പറ്റത്തുള്ളൂ. അവരുടെ ശത്രുക്കൾ അവരുടെ അടുക്കൽ എത്തുന്നതിന് മുമ്പ് അവർക്ക് ഇവിടം വിട്ട് അല്ലെങ്കിൽ ഇതിനെ മുറിച്ച് കടന്ന് അവർക്ക് അക്കരെ പോകണം, വഴി തുറന്നേ പറ്റത്തുള്ളൂ. ഇങ്ങനെ പ്രതിസന്ധിയിലായി പോയ പല ആൾക്കാരുമുണ്ട്. പെട്ടെന്ന് കർത്താവ് എന്തെങ്കിലും ചെയ്തേ പറ്റത്തുള്ളൂ, പെട്ടെന്ന് ഒരു വഴി തുറന്നു വന്നേ പറ്റത്തുള്ളൂ. അല്ലാത്ത പക്ഷം മറ്റൊന്നാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്, മറിച്ച് എന്തെങ്കിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ജീവിതത്തിൽ ഇങ്ങനെ സ്റ്റക്കായി പോകുന്ന അനുഭവങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വന്നു കയറാറുണ്ട്. എത്ര പണമുണ്ടെന്നോ, എത്ര കായിക ശേഷിയോ ബലമോ ആൾ സ്വാധീനമോ ഉണ്ട് എന്ന് പറഞ്ഞിരുന്നാൽ പോലും ഇമ്മീഡിയറ്റ് ആയിട്ട് വളരെ പെട്ടെന്ന് ദ്രുതഗതിയിൽ ഒരു വഴി തുറന്നു കിട്ടേണ്ടുന്ന ഒരു സാഹചര്യത്തിൽ വന്നുപെടുന്ന ജീവിത സാഹചര്യങ്ങൾ എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ വന്നു കയറാറുണ്ട്. എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഇന്ന് രാവിലെ അങ്ങനെ ആശങ്കപ്പെട്ട് നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങളോട് കർത്താവിന് ഒരു കാര്യം പറയാനായിട്ടുണ്ട്. ഒരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ട് മനുഷ്യനെ ബലപ്പെടുത്താൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു വഴി അടഞ്ഞു കഴിഞ്ഞാൽ ദൈവം 7 വഴി തുറക്കും എന്നൊക്കെ പറയുന്ന ഒരു ചിന്താഗതിയുണ്ട്. വാസ്തവത്തിൽ ദൈവം നമ്മുടെ മുമ്പിൽ പ്രതിസന്ധികളുടെ മുമ്പിൽ ഒരു 7 വഴി തുറക്കുകയാണെന്നിരിക്കട്ടെ. 7 വഴി തുറന്നു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഒരു ആശങ്കയുണ്ടാകും, ഏത് വഴിയിൽ കൂടിയാണ് പോകേണ്ടുന്നത് എന്നുള്ളത്, ഏത് ഇടത്തു കൂടിയാണ് പോകേണ്ടുന്നത്. ഒരിക്കലും ദൈവം അങ്ങനെ നമ്മളെ കൺഫ്യൂസ് ചെയ്യുന്ന ആളല്ല. തീർച്ചയായിട്ടും അങ്ങനെ ആരും വിശ്വസിക്കരുത്. ഒരു പ്രതിസന്ധിയിൽ ഒരുത്തൻ നിന്നു കഴിഞ്ഞാൽ അവന് 7 വഴി തുറന്നു കൊടുത്ത് ഏതിലേ പോകണമെന്ന് സംശയമുണ്ടാക്കി അവനെ സംശയാലുവാക്കാനായിട്ട് ദൈവം ഒരിക്കലും ശ്രമിക്കാറില്ല. നീ ഒരു പ്രതിസന്ധിയിലാണെങ്കിൽ, ഒരു വെല്ലുവിളിയുടെ മുൻപിലാണെങ്കിൽ, നിന്റെ മുമ്പിൽ ഒരു ചെങ്കടലുണ്ടെങ്കിൽ നിശ്ചയമായിട്ട് ഞാൻ നിങ്ങളോട് പറയുന്നു, ഒരു വഴി ദൈവം നിശ്ചയമായിട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറക്കും. 7 വഴിക്ക് വേണ്ടി കാത്തിരിക്കരുത്, ഒരു വഴി നിങ്ങളുടെ മുമ്പിൽ തുറന്നു വന്നിരിക്കും. ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ തന്നെ ചിലരോട് ഉറപ്പിച്ച് പറയുന്നു, ദൈവം നിന്റെ മുമ്പിൽ ഒരു വഴി തുറക്കും കുഞ്ഞെ. നീ ഇപ്പോൾ സ്റ്റക്കായിരിക്കുന്ന ഈ ജീവിത സാഹചര്യം, എങ്ങോട്ട് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ ഇങ്ങനെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന അനുഭവം, പുറകെ വരുന്ന പലതിനെയും ചൊല്ലി നിനക്ക് ഹൃദയത്തിനകത്ത് ഭയങ്കര ഭാരമുണ്ടായിരിക്കാം. കർത്താവ് നിന്നോട് ഇന്ന് രാവിലെ പറയുന്നു, നിന്റെ മുമ്പിൽ ദൈവം ഒരു വഴി തുറന്നിരിക്കും. 7 എണ്ണം തുറന്നു കഴിഞ്ഞാൽ നിനക്ക് തന്നെ ഡൗട്ടാകും, ഏത് വഴിക്ക് പോകണമെന്ന് അറിയാൻ പാടില്ലാതെ നീ തന്നെ വലിയ ആശയക്കുഴപ്പത്തിലാകും. അങ്ങനെ ദൈവം നിന്നെ ഒരിക്കലും ആശയക്കുഴപ്പത്തിലാക്കത്തില്ല. ഇന്ന് രാവിലെ ഏതെങ്കിലും ജീവിത സാഹചര്യത്തിൽ കുടുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ, മുന്നോട്ട് പോകാൻ ഒരു വഴി കാണാതെ നിൽക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം ഒരു വഴി നിങ്ങൾക്ക് വേണ്ടിയിട്ട് തുറന്നിരിക്കും. യെശയ്യാ പ്രവചനം
43 അധ്യായം 19 വാക്യത്തിൽ പ്രവാചകനായിരിക്കുന്ന യെശയ്യാവ് പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. അവിടെ പറയുന്ന വാക്ക് നോക്കൂ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴി. നിശ്ചയമായിട്ടും വഴി ഏതെന്ന് അറിഞ്ഞുകൂടാതെ, എങ്ങോട്ട് പോകണമെന്ന് അറിഞ്ഞുകൂടാതെ കുടുങ്ങിപ്പോയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ദൈവം നിൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നിരിക്കും. അത് വിശ്വാസത്താൽ ഇന്ന് രാവിലെ സ്വീകരിക്കൂ. അങ്ങനെ ഒരു ഡോറ്, അങ്ങനെ ഒരു വഴി, അങ്ങനെ ഒരു പാത ദൈവം നിൻ്റെ മുമ്പിൽ കാണിച്ചു തരുമെന്ന് വിശ്വസിക്ക്. ഞാൻ നിൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നിരിക്കും. ദൈവം ഇസ്രായേലിന് വേണ്ടിയിട്ട് ചെങ്കടൽ 7 വഴിയല്ല തുറന്നത്, ഒറ്റ വഴിയാണ് തുറന്നത്. ഒരൊറ്റ വഴി ദൈവം അവർക്ക് വേണ്ടിയിട്ട് തുറന്നു കൊടുത്തു. എന്നതുപോലെ ഇന്ന് രാവിലെ എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക്, നമുക്ക് ഓരോരുത്തർക്കും ദൈവം ഒരു വഴി തുറക്കും. ആ വഴി ദൈവത്തിൻ്റെ വഴിയായിരിക്കും. ആ വഴി പിശാചിന് വരാനായിട്ട് കഴിയത്തില്ല, മനുഷ്യർക്ക് അത് വഴി കയറി വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് എബ്രായ ലേഖനത്തിൽ അപ്പോസ്തലൻ എഴുതി വച്ചിരിക്കുന്നത്, അവർ വിശ്വാസത്താൽ കരയിൽ എന്നതുപോലെ കടലിൽ മേൽതെ നടന്നു, കടലിൽ കൂടെ നടന്നു. അത് മിസ്രൈമ്യർ ചെയ്യാൻ നോക്കിയിട്ട് അവർക്ക് സാധിച്ചില്ല എന്നാണ്. നിനക്ക് വേണ്ടിയിട്ട് ദൈവം തുറന്നു തരുന്ന ഒരു വഴിയുണ്ടല്ലോ, അത് ലോകത്തിലുള്ളവർക്ക് അതുവഴി കടന്നു വരാനായിട്ട് കഴിയുന്നില്ല. കാര്യം അത് അത്രയും വിശാലമായിരിക്കുന്ന, അത്രയും അതിശയകരമായിരിക്കുന്ന ഒരു വഴിയെ ദൈവം തുറക്കത്തുള്ളൂ. അത് ലോകത്തിലുള്ളവർക്ക് ആ വഴിയെ കടന്നു വരാനായിട്ട് കഴിയത്തില്ല. എങ്ങനെയാണ് ഇത് സാധിച്ചതെന്ന് നാട്ടുകാർ ചോദിക്കുമായിരിക്കാം. അത്രയും ആശ്ചര്യമുള്ള വഴി ദൈവം നമ്മുടെ മുമ്പിൽ തുറക്കുമെന്നുള്ളതാണ്. ചെങ്കടലിൽ ദൈവം തുറന്ന വഴിയുടെ പ്രത്യേകത, അത് ഒറ്റ വഴിയായിരുന്നു, ഒരു വഴിയായിരുന്നു. രണ്ടാമത്തേത്, അത് വിശാലതയുള്ള പാതയായിരുന്നു. 25 ലക്ഷം പേർക്കും ഒരുപോലെ പാസ് ചെയ്ത് പോകണമെങ്കിൽ, ഒറ്റ രാത്രി കൊണ്ട് അക്കരെ കടക്കണമെങ്കിൽ അതിന് എത്രത്തോളം വീതി ഉണ്ടാകും, എത്രത്തോളം വിശാലത ഉണ്ടായിരിക്കുമെന്ന് ചിന്തിക്കുക. നിശ്ചയമായിട്ടും നിൻ്റെ പ്രശ്നത്തിൻ്റെ വലിപ്പമനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടിയിട്ട് വഴി തുറക്കും. നിൻ്റെ പ്രശ്നത്തിൻ്റെ നീളവും വീതിയും അനുസരിച്ച് ദൈവം നിനക്ക് വേണ്ടിയിട്ട് വഴി തുറക്കും. നിശ്ചയമായിട്ടും ഒറ്റ രാത്രി കൊണ്ട് ഒരു സ്ട്രെച്ചിൽ അത് പാസ് ചെയ്ത് പോകുമാറ് ദൈവം വീതിയുള്ള വഴി തുറക്കാൻ, വിശാലതയുള്ള വഴി തുറക്കാൻ ദൈവം മതിയായവനാണ്. ഈ ചെങ്കടലിലെ മറ്റൊരു പ്രത്യേകത, ചെങ്കടലിൽ കൂടി ദൈവം തുറന്ന വഴിയുടെ മറ്റൊരു പ്രത്യേകത, അത് ഉണങ്ങിയ വഴിയായിരുന്നു. നിങ്ങൾ ചെളിക്കുണ്ടുകളിലൂടെ കടന്നു പോകാൻ ഒട്ടും തന്നെ നിങ്ങൾക്കത് എളുപ്പമുള്ള ഒരു സംഗതി ആയിരിക്കത്തില്ല, വളരെ പ്രയാസമാണ്. ചെളി കെട്ടിക്കിടക്കുന്ന ഇടങ്ങളിലൂടെ നടക്കുക എന്ന് പറയുന്നത് കാല് പുതഞ്ഞു പോകാനുള്ള, താഴ്ന്നു പോകാനുള്ള സാധ്യത കൂടുതലാണ്. ദൈവം നിൻ്റെ മുമ്പിൽ ഒരു വഴി ഒരുക്കുകയാണെങ്കിൽ ഒരിക്കലും കുഴഞ്ഞു മറിഞ്ഞ ഒരു വഴി ദൈവം ഒരുക്കത്തില്ല. ദൈവം നിൻ്റെ മുമ്പിൽ ഒരു വഴി തുറന്നു കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും അത് ഉണങ്ങിയ വഴിയായിരിക്കും. നിനക്ക് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ, നീ ആയാസപ്പെടാതെ ഈസി ആയിട്ട് അപ്പുറത്തെത്തത്തക്ക വണ്ണമുള്ള വളരെ നല്ല വഴി, ഉണങ്ങിയ വഴിയെ കർത്താവ് നിനക്ക് വേണ്ടിയിട്ട് തുറക്കത്തുള്ളൂ. അതുകൊണ്ടാണ് ലൂക്കോസ് സുവിശേഷം 3:5 തിരുവെഴുത്ത് പറയുന്ന ഒരു വേദഭാഗമുണ്ട്, വളഞ്ഞത് ചൊവ്വായും ദുർഘടമായത് നിരന്ന വഴിയായും തീരും. ദൈവം ദുർഘടമായ പാത തുറക്കത്തില്ല കുഞ്ഞെ. ഒരിക്കലും നിന്നെ ഇട്ട് കുഴച്ച് മറിക്കുന്ന രീതിയിലുള്ള വഴി ദൈവം തുറക്കത്തില്ല. ദൈവം നിനക്ക് വേണ്ടിയിട്ട് തുറക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ട് ഉണങ്ങിയ വഴി, വളരെ എളുപ്പമുള്ള വഴി, നിനക്ക് വളരെ ഈസി ആയിട്ട് പാസ് ചെയ്ത് പോകാൻ കഴിയുന്ന നിലവാരത്തിലുള്ള വഴിയെ ദൈവം തുറക്കത്തുള്ളൂ. അതുകൊണ്ട് ഇന്ന് രാവിലെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക, ദൈവമേ 7 വഴി വേണ്ട, ഒരു വഴി നീ എനിക്ക് വേണ്ടിയിട്ട് തുറക്കണം. എൻ്റെ പ്രശ്നത്തിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടുള്ള വഴി നീ എനിക്ക് വേണ്ടിയിട്ട് തുറക്കണം. ദുർഘടമായത് നീ എനിക്ക് തരരുത്, മറിച്ച് നീ എനിക്ക് ഏറ്റവും നല്ല ഉണങ്ങിയ വഴി തുറന്നു തരണമെന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.